ആ കേറുവാ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. വാ കേറ്, ഇരിക്ക്. ശ്രീലക്ഷ്മി, എടോ ഇങ്ങോട്ടൊന്ന് വന്നിടോ, തന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്തോ ഏട്ടാ, ആരാ? ഓ, ഇങ്ങോട്ടൊന്ന് വാടുവോ. എവിടെ പോകുന്നു? ഇവിടെ വാ. അതെ, ഇത് മിസ്റ്റർ ഗോപൻ. ഗോപ, ഇതെന്റെ സ്വന്തം പത്നി ശ്രീലക്ഷ്മി. താൻ ഇവിടെ വാ. എവിടെ പോകും? ഇവിടെ വന്നിരിക്കും. എടോ, താനൊന്ന് റിലാക്സ് ആയിടും. സത്യത്തിലേ ഞാൻ ഇന്നലെ ഗോപനെ ടൗണിൽ വെച്ച് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഗോപൻ എന്നെ ഫോളോ ചെയ്യുമായിരുന്നു അല്ലേ? ശരിയല്ലേ? അതെ. എടോ, പറഞ്ഞു എന്നോടല്ല, നിങ്ങളുടെ ചെറുപ്പവും അടുപ്പവും പിരിയേണ്ടി വന്നതും എല്ലാം അതൊക്കെ അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നിശ്ചയിക്കുന്ന വഴിയിലൂടെ ഒന്നും തിരിഞ്ഞു വരണമെന്നില്ല. ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ ഗോപ? ഗോപൻ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഈ മനുഷ്യരെ എന്തോ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന കരുതി എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കും. അവസാനം എന്ത് സംഭവിക്കും? BP കൂടി അറ്റാക്ക് വന്ന് മരിച്ചു പോകും. എടോ, ഗോപൻ എന്നോട് പറഞ്ഞതേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അയാളുടെ ഇഷ്ടക്കാരിയായിരുന്ന തന്നെ ഒന്ന് നേരിൽ കാണാമെന്ന്. അതിന് അയാൾ ആദ്യം എന്നെ തിരക്കി കണ്ടുപിടിച്ചു. ആ വിവരം എന്നോട് നേരിട്ട് പറഞ്ഞു. അത് ഞാൻ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. തൻ്റെ മനസ്സിലില്ലായിരുന്നു അങ്ങനെ ആഗ്രഹം? ഉണ്ട്, ഉണ്ടാകും. എൻ്റെ മനസ്സിലും ഉണ്ടാവും, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. അതുകൊണ്ടേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിടികിട്ടിയല്ലോ അല്ലേ ബാബാ? ഒന്ന് റിലാക്സ് ആയേ. ആ അതെ, അല്ല നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് മാറിത്തരാം. ഹേയ് സുഭാഷ്, എന്നപ്പോൾ നിങ്ങൾ ഒരു വാക്ക് മിണ്ടുവെങ്കിലും ചെയ്യും. ഞാനങ്ങനെ ആയിരിക്കണമായിരുന്നു. അതെ, ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ശ്രീലക്ഷ്മി ഒന്ന് കാണുമെന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. ദേ ഇവിടെ വന്നപ്പോൾ ലക്ഷ്മിയും കണ്ടു, അവിടെ സുന്ദരമായ ജീവിതവും കണ്ടു. ഞാൻ ലോകം ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ട് സുഭാഷ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുമുണ്ട്. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഭാഗ്യവതിയാണ്. എനിക്കിത് മതി. ഒരുപാട് സന്തോഷമായി. കുടുംബമൊക്കെ ഒറ്റയ്ക്കാണ്. ലക്ഷ്മിക്ക് അറിയാമായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ അവസ്ഥയൊക്കെ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു രാത്രി നാട് വിട്ടതുകൊണ്ട് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ടെന്താ, അച്ഛനും അമ്മയും സഹോദരങ്ങൾക്ക് സുരക്ഷിതരായി. ജോലികളെല്ലാം ഒതുക്കി തീർത്തപ്പോഴത്തേന് പ്രായം ഒരുപാട് അങ്ങ് കടന്നുപോയി. ഇനിയിപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോട്ടെന്ന് ഞാൻ സന്തോഷമാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒരു ഗ്ലാസ് ചായ പോലും വേണ്ട, ഒന്നും വേണ്ട. ഗോപൻ ഇനി എന്ന നാട്ടിൽ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വരണം. ഗോപൻ ഞങ്ങളുടെ വീട്ടിലൊരു അതിഥിയാണ്. ഇനിയൊരു വരവുണ്ടാകുമെന്ന് എനിക്കറിയില്ല. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വരവ്. കണ്ടു, ജനിച്ച നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരെയും കണ്ടു. ഒടുവിൽ മനസ്സ് കൊതിച്ചതുപോലെ ലക്ഷ്മിയും കണ്ടു. സന്തോഷമായി. മറക്കില്ല നിങ്ങൾ ആരെയും.